അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ടു അറേബ്യൻ ഗഷ്മക് ചാനൽ. ഇന്നത്തെ വീഡിയോ ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ടുള്ളൊരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ഹെൽത്തി സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു 8 ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഷെൽഫുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതാണ് ഇപ്പോൾ. ഇനി ഞാൻ കൊണ്ടുപോകാനുള്ള സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഓട്സ് കൊണ്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഇതിനായിട്ട് ഞാൻ 2 കപ്പ് ഓട്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊരു ഫ്രൈ പാനിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അതൊന്ന് ജസ്റ്റ് തണുത്തതിന് ശേഷം ഒരു ഫുഡ് പ്രോസസ്സറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഓട്സ് നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ്, അതായത് ഒരു 1/4 കപ്പ് ഫ്ലാക്സ് സീഡ്സിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 100-150 ഗ്രാമോ പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുക. ചെറിയൊരു പിടി ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഹണി ചേർക്കാം, കുറച്ച് തേന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ പൊടിച്ചെടുക്കണേ. ഇപ്പോൾ ഇത് നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുക്കുക, അതിലേക്കൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നന്നായി പ്രസ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതെടുത്തിട്ട് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെക്കുക. ഇനി അടുത്ത സ്നാക്ക് ബദാം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് ബദാമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 കപ്പ് എള്ള് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 8-10 ഈന്തപ്പഴം ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീര് ഇതിലേക്ക് ഒഴിക്കുക. അത് ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ സീഡ് ഇതിൽ പെടാതെ ശ്രദ്ധിക്കണേ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒരു ലഡു പോലെ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇനി നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നല്ലോ, അത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അതിനി ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം.
അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിയും ശർക്കരയൊക്കെ ഇട്ടിട്ട് ഒരു ക്യാൻഡിയാണ്. ഇതിനായിട്ട് ഞാൻ 2 വലിയ പീസ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര നന്നായിട്ട് ഉരുക്കിയിട്ട് അത് അരിച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒരു 4-5 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്യുക. ഇഞ്ചി നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ചൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ഇത് സ്റ്റൗവിലേക്ക് വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് കുറുകി വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടുള്ള കാരണം ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് വല്ല കോൾഡോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇഞ്ചി, കുരുമുളക്, മഞ്ഞൾപ്പൊടിയൊക്കെ കൊറോണയൊക്കെ പ്രതിരോധിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ് കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് കുറച്ച് തണുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടുക. എന്നിട്ട് ഇത് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ബോൾ രൂപത്തിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് എള്ളെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കവർ ചെയ്യുക. പിന്നെ ഇത് നിങ്ങളെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് ഓപ്ഷനിലാണ്. എൻ്റെ കയ്യിൽ ഇവിടെ വെളുത്ത എള്ളുള്ളതുകൊണ്ട് ഞാൻ ചെയ്തേ ഉള്ളൂ. ഇനി ഞാനിതെല്ലാം കൊണ്ടുപോകാനുള്ള ബോക്സിലേക്ക് മാറ്റണം കേട്ടോ. ഇനി ഇതെല്ലാം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.